ഫംഗ്ഷനിൽ തന്നെ ചെന്നാൽ ഇത് കിടിലത്തിൻ്റെ ഉമ്മാണ്, ഇത് കിടിലത്തിൻ്റെ ഉമ്മാണെന്ന് എല്ലാവരും ഞാൻ കേൾക്കാതെ പരിചയപ്പെടുത്തുന്നുണ്ട്. കിടിലം ഫിറോസ് ഏട്ടന്റെ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ രണ്ട് ഉദ്ദേശങ്ങളാണ്. 35-ാം വയസ്സിൽ വിവാഹം ചെയ്യുവാൻ പദ്ധതിയിടുന്നു. എന്നാൽ കൃത്യം 20-ാമത്തെ വയസ്സിൽ തന്നെ ഒരു കുടുംബനാഥനാകുന്നു. ഭാര്യയ്ക്ക് 18 വയസ്സ് പ്രായം. പിന്നിട്ട് ദുർഘടം പിടിച്ച വഴികളെക്കുറിച്ച് അറിയാത്തവർ അദ്ദേഹത്തെ വിമർശിച്ചു. ഒപ്പമുണ്ടായിരുന്നവർ തള്ളിപ്പറഞ്ഞു. എന്നാൽ അതിലൊന്നും തളരുന്നവനല്ല ഞാനെന്ന് സമൂഹത്തിനു മുന്നിൽ തല ഉയർത്തി തന്റെ പ്രവർത്തികളിലൂടെ ഓരോ മലയാളികളുടെയും മനസ്സിൽ അസൂയാത്മകമായ വിധം വിജയത്തിലെത്തിയ നമ്മുടെ എല്ലാം സ്വന്തം പേരുപോലെ കിടിലൻ, നമ്മുടെ കിടിലൻ ഫിറോസ്. സീറോയിൽ നിന്നും ഹീറോയായവന് പറയുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ചുട്ടുപൊള്ളുന്നവയാണെന്ന് തന്റെ കണ്ണുകളിലെ തീജ്വാലയിലൂടെ കിടിലൻ ഫിറോസ് പറയുമ്പോൾ അന്ന് തള്ളി പറഞ്ഞവരും മാറ്റി നിർത്തിയവരും അദ്ദേഹത്തെ ഒന്ന് കാണുവാനായി അനുവാദം ചോദിക്കേണ്ട അവസ്ഥ. ഇതൊക്കെയല്ലേ യഥാർത്ഥ വിജയം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സ്വന്തം കിടിലൻ ഫിറോസ് ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് തന്നെയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നിന്നും ഗോകുലം മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നും ഗോകുലം ഹോസ്പിറ്റലിലേക്ക് തിരിയുന്ന മെയിൻ ആർച്ചിനടുത്തായി തന്നെയാണ് നമ്മുടെ ഫിറോസ് ഏട്ടന്റെ വീട് വരുന്നത്. ഒടുവിലായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കിടിലൻ ഫിറോസിന്റെ സനാഥാലയം. ക്യാൻസർ കാലഘട്ടം ആശുപത്രിയിൽ ചെലവഴിച്ച് തീർക്കേണ്ടതല്ലെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നിന്നും മികച്ച രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കി അവരെ താമസിപ്പിക്കുവാനായി റിസപ്ഷനും ക്യാബിനൊന്നുമില്ലാത്ത ഒരു സ്ഥലമായി ഒരുങ്ങിയ സനാഥാലയം. വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഫിറോസ് ഏട്ടൻ ജനിച്ചു വളർന്ന വീടിന് മുന്നിൽ തന്നെ. എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശം കാർമേഘങ്ങളാൽ മൂടി നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അതിഭയങ്കരമായ ചൂടിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു മഴ പെയ്താൽ ഒരു ആശ്വാസമല്ലേ? അതുപോലെ നമ്മൾ എത്ര ദുഃഖത്തിലായിരുന്നാലും ചിലർക്ക് നമ്മുടെ മനസ്സിനെ വാക്കുകൾ കൊണ്ടൊരു മഴ പോലെ തണുപ്പിക്കാനാകും. എന്നാൽ അങ്ങനെ ഒരാൾ ജനിച്ചു വളർന്ന ആ വീടിന്റെ മുറ്റത്താണ് ഞാൻ ഈ നിൽക്കുന്നതെങ്കിലോ, മലയാളികളുടെ സ്വന്തം കിടിലം ഫിറോസ്. ഒരു മുഖവുരയുടെ ആവശ്യമില്ലാതെ നമ്മുടെ സ്വന്തം കിടിലം ഫിറോസ് ഏട്ടന്റെ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ രണ്ട് ഉദ്ദേശങ്ങൾ. ഒന്ന്, അദ്ദേഹം ജനിച്ചു വളർന്ന വീടിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക. രണ്ട്, നിലവിൽ ഈ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഉമ്മയോടും വാപ്പയോടും കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. കിടിലം ഫിറോസിൻ്റെ വാപ്പയാണ്. എൻ്റെ പേര് അബ്ദുൽ അസീസ്. ഇത് കിടിലം ഫിറോസിൻ്റെ ഉമ്മ, അവരുടെ പേര് നിസൈഫ. നമ്മുടെ കിടിലം ഫിറോസിക്കാക്ക് എന്തുകൊണ്ടാണ് ഈ കിടിലം എന്ന പേര് വന്നത്? മറ്റേ FM-ലെ ഒരു പേരിന് വേണ്ടി, ഒരു ഇരട്ടപ്പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്നാണ് എൻ്റെ ഊഹം. അങ്ങനെ തന്നെ അത് വളർച്ച അവൻ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്ന അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനൊരു സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയില്ല, എന്നാലും സപ്പോർട്ട് ചെയ്തത് കുറച്ച് മുതിർന്നതിന് ശേഷമാണ്. ഇവൻ്റെ 12 വയസ്സാവുന്നവരെ ഞാനില്ലായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു. അതിന് ശേഷമാണ് ഇവൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. മത്സരങ്ങളിൽ, സ്കൂൾ മത്സരങ്ങളിൽ പോയതിന് ശേഷം ഇവനിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ അവൻ്റെ ഓടൊപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സിനിമ രണ്ടാമത് മിക്കവാറും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതല്ലായിരുന്നു. പിന്നെ കിട്ടി, ഇപ്പം 1-2 കിട്ടിയെങ്കിലും അത് ഒരു ഫേമസായി അറിയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കിടിലം ഫിറോസിക്കാന്റെ വോയിസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്.
അത് ജനങ്ങൾ മൊത്തം പറയുന്നു. മിക്കവാറും എൻ്റെ സുഹൃത്തുക്കൾ പലരും പറയാറുണ്ട്. ഞാനത് പല വണ്ടികളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മിക്കവാറും ഇപ്പോൾ ഞാനത് അനുഭവത്തിലൂടെ ഗോൾഡിൻ്റെ MD വൈസ് ചെയർമാൻ മനോജ് പറയാറുണ്ട്. ഞാൻ കിരീടത്തിൻ്റെ ഇതേ കേൾക്കാറുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ പലരും അന്ന് ഈ റേഡിയോയ്ക്ക് വേണ്ടി അറിയപ്പെടാൻ വേണ്ടി ഒരു പേരുണ്ടാക്കിയതാണ് കിടിലം എന്നുള്ളത്. അവർ കിടിലം ഫിറോസ് ആക്കി. അവൻ റേഡിയോയിൽ കയറിയപ്പോഴേ ഈ ചാനലിൽ കയറിയപ്പോൾ അവർ പേര് ചോദിച്ചാൽ അവൻ ഫിറോസ് എന്ന് പേര് പറഞ്ഞപ്പോൾ എന്നാൽ ഫിറോസ് കിടിലം എന്നും പറഞ്ഞ് പേരിട്ട് അവരാണ് പേരിട്ടത്. അന്നേ അത് കിടിലം ഫിറോസാണ്, കിടിലം ഫിറോസാണ് അറിയപ്പെടുന്നത്. അതുണ്ട്, സ്നേഹമുണ്ട്, അവൻ്റെ പേരിലുള്ള സ്നേഹമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇതിലും ഇതുണ്ട്. നമുക്ക് വലിയ ശത്രുതകളൊന്നുമില്ല. പ്രത്യേകം അവനോട് അവൻ്റെ ബഹുമാനമുണ്ട് ഞങ്ങൾക്ക്. ആ ഒരു പേര് അതുമല്ല, സനാതാലയം ജനങ്ങൾക്ക് നല്ല ഇത് ചെയ്യുന്ന ഒരു ഉപകാരം ചെയ്യുന്നൊരു ഇതല്ലേ. അവൻ ഒറ്റയ്ക്കല്ല, അത് സ്പോൺസർ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊരു നല്ല ആശയമായി തോന്നുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ബിഗ് ബോസിൽ തന്നെ പോകാനും കാരണം. അന്ന് അതിൽ ബിഗ് ബോസിൽ വെച്ച് അതിൻ്റെ സഹമത്സരാർത്ഥികൾ ഒരുപാട് എനിക്ക് കുറ്റപ്പെടുകയും ചെയ്തിരുന്നു. വെറുതെ ഒരു വീമ്പിളക്കുന്നതാണ്. വാസ്തവത്തിൽ അല്ലായിരുന്നു. അത് എന്നായിരുന്നു എൻ്റെ ആശയം എന്നുള്ള പിന്നെ അവർക്ക് മനസ്സിലായി കാണും. ഇപ്പോഴും അത് വളരെ ഗംഭീരമായിട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ ആഹാരം കൊടുത്ത് നല്ലവർക്ക് ഇന്നും അത് പലരും അതിൻ്റെ ഫുൾ സീറ്റായി കിടക്കും. 25 പേരെ കണ്ട് നോക്കാം. ആ 25 പേര് എപ്പോഴും ഫുള്ളായിട്ടുണ്ടാവും. അങ്ങോട്ട് അവർക്ക് മാന്യമായ ആഹാരം കൊടുക്കുന്നുണ്ട്. രാജകീയമായ ആഹാരമല്ല, മാന്യമായ ആഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വാഹനങ്ങളായി, ആംബുലൻസായി, ഇതൊക്കെ ആൾക്കാർ ഇത് ചെയ്ത് കൊടുത്തതാണ്. അല്ല സ്വന്തമായിട്ടുള്ള ഇത് ഫണ്ട് ഉപയോഗിച്ചല്ല. എങ്കിലും അവന് ഇറങ്ങാൻ കഴിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരും കൂടെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നുള്ള അഭിമാനം നമുക്കുണ്ട്. ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. ഒരു അഭിമാനവും തോന്നും നമുക്ക്. മാതാപിതാക്കളെന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാമെന്നുള്ള വകയല്ലേ ഉള്ളത്. നമുക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ് അവൻ്റെ കുടുംബം. അവന് കിട്ടിയ സമ്പത്തില്ലെങ്കിലെന്ത്, നമുക്ക് കിട്ടിയ സമ്പത്താണ് അവൾ. എന്തിനും എനിക്ക് കൂട്ടി നിൽക്കുന്ന അവൾ തന്നെ. എന്തൊരു നിസ്സാര കേസ്, അതായത് എനിക്കെന്തെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉള്ളത് ഞാൻ അവളോട് പറയണ്ട. അവൾക്ക് ഞങ്ങളുടെ സംസാരത്തിൽ മനസ്സിലാക്കിയെടുത്ത് അവൾ ഫിറോസിനോട് പറഞ്ഞ് ഇതുവരെ അങ്ങനെയാണ്. ഇതുവരെ മാറ്റമില്ല, ഇനിയോട്ട് മാറാൻ സാധ്യതയില്ല. കൊച്ചുമക്കളുടെ പേരൊക്കെ എന്താണമ്മ? കൊച്ചുമക്കളുടെ പേര് ഒരാളിൻ്റെ പേര് ദയയും ഒരാളിൻ്റെ പേര് ദിയയും. ദിയയും ദയയും. അവർ വരാറുണ്ട്. പെരുന്നാളിന് വരും. അവർ മിക്കവാറും നമ്മളെ കാണാൻ വരും. ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. കിടില ഫിറോസിക്കയുടെ അനിയൻ ഫൈസൽ എൻ്റെ ഒറ്റ ചങ്ങാതിയാണ്, കൂടെ ഓർത്തുപള്ളിയിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അവനെ പറ്റി എന്താണ് മാമക്ക് പറയാനുള്ളത്? അവനും ഇതേപോലെ FM കയറണം എന്നുള്ള ധാരണയിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ഇതുപോലെ ഒരു ചാനൽ പോകുന്നുണ്ട് പരസ്യത്തിനും. അതിൽ വളരെ ഫേമസായി എന്നാണ് എൻ്റെ വിശ്വാസം. ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. അതെ അതെ, പരസ്യ വർക്കുകളിലൂടെ ഇപ്പോൾ ഫൈസൽ ഫേമസ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും അതിലും ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. ഇതുപോലെ അവർ ഇനിയും ഉയരട്ടെ എന്നുള്ള ആഗ്രഹങ്ങളേ ഉള്ളൂ.
ഉയർന്നവർ നല്ല അവരുടെ ജീവിതങ്ങൾ നല്ല രീതിയിൽ പോയി അഭിമാനിക്കട്ടെ എന്ന്. ഫംഗ്ഷനിൽ തന്നെ ചെന്നാൽ ഇത് കിടിലത്തിൻ്റെ ഉമ്മാണ്, ഇത് കിടിലത്തിൻ്റെ ഉമ്മാണെന്ന് എല്ലാവരും ഞാൻ കേൾക്കാതെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ സന്തോഷമാണ്. മക്കൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടാക്കിയിട്ട് ചങ്ങനാശ്ശേരി എന്തോ പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നു. മക്കളെയും കൂട്ടി തിരിച്ചു പോയി. തിരക്ക് കാരണം കൂടുതൽ സമയങ്ങളും വരാറില്ല. വന്നാൽ 1 മണിക്കൂറിനകത്ത് തന്നെ തിരിച്ചു പോകാറുമുണ്ട്. ഒരുപാട് നാളുകൊണ്ട് 10-20 വർഷക്കാലം വാടക വീട്ടിലായിരുന്നല്ലോ. അന്നേ അവനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ വീട് വെക്കുന്നെങ്കിൽ അത് ടൗണിൽ അവനോട് പിന്നെ ജോലിക്ക് എളുപ്പമുണ്ടാവുന്ന സ്ഥലം സിറ്റിക്കാവാണ്. അപ്പോൾ അവിടെയാണ് 20 വർഷക്കാലം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപ്പോൾ ഇത് വിൽക്കുന്നതിൽ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു ആദ്യം. പക്ഷേ അവൻ്റെ സാഹചര്യം അതായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ നിന്ന് വിറ്റിട്ട് അവിടെ പോകുന്നു, മാന്യമായൊരു വീട് വാങ്ങുന്നു. ഇപ്പോൾ അന്തസ്സായി ജീവിക്കുന്നുണ്ട്, സന്തോഷത്തോട് അന്തസ്സെന്നല്ല സന്തോഷത്തോട് ജീവിക്കുന്നുണ്ട്. മക്കളും കൊച്ചുമക്കൾക്കും ഭയങ്കര ഇഷ്ടമായി. ഇതുവരെ വാടക വീട്ടിലല്ലേ അവർ കിടന്നത്. ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വീട് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. സുരാജ് മിമിക്രിയിൽ ഇവൻ സ്കൂൾ മത്സരങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയില്ലായിരുന്നു ആ കാര്യങ്ങളിൽ. അതെല്ലാം ഒരു ചിട്ടപ്പെടുത്തി കൊടുത്തതും സുരാജ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണെന്നല്ലോ. അന്നും എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ഓർമ്മ, എൻ്റെ ഒരു ഓർമ്മയിൽ പിന്നെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കരുണാകരനെ പറ്റി നമ്മുടെ സുരാജ് മിമിക്രി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കവേ ആ സെക്കൻഡിൽ നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരൻ അത് കടന്നു പോകുന്നു. ഞാൻ ഇന്നും ചിന്തിക്കുന്നു. എനിക്ക് അന്ന് 54 നടന്മാരുടെ ഇതവൻ പറഞ്ഞിരുന്നു മിമിക്രി, സൗണ്ട് അനുകരിച്ചിരുന്നു. അപാര കഴിവുള്ളവനായിരുന്നു. പിന്നെ താമസിച്ചു പോയി സിനിമയിലെത്തത്, നേരത്തെ എത്തേണ്ടവരായിരുന്നു. എനിക്ക് ഇവനെ നന്നാക്കുന്നതിൽ കുറേ നല്ല ഇതുണ്ടായിരുന്നു. മിമിക്രിയുടെ കാര്യങ്ങൾക്ക് ഒരു ചിട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പ്രതിഫലം വരെ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളുടെ വരും ഇവിടെ വന്ന് ഫിറോസിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കും പോവും. നമ്മളിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അത് നിലനിന്ന് പോവുകയെന്നെ ഉണ്ടായിരുന്നു അവന്. അവൻ 2ൽ പഠിക്കുമ്പോഴേ അവൻ സ്വന്തമായിട്ട് മിമിക്രി കാണിച്ച് പ്രസൻറ്റേഷൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എൻ്റെ മോൻ ഉയർച്ച വരും എന്ന്, ഇതിനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉമ്മക്ക് ഈ ഇളയ മകനെ പറ്റി ഉള്ള അഭിപ്രായം? പറ്റി പറയാൻ അവനും നല്ല 4ാം ക്ലാസ്സിലവൻ പ്രസൻറ്റേഷൻ മാറ്റിയിട്ടുണ്ട് പൈസയായിട്ട്. ഫസ്റ്റ് കിട്ടിയാണ് സ്കൂളിൽ. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പഠിക്കണതിൽ മലയാളത്തിന് തന്നെ ഫസ്റ്റ് വാങ്ങിച്ചതിന് അവന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പൈസയായിട്ട്. പിന്നെ അവൻ കലാരംഗത്തല്ലായിരുന്നു. അവന് പഠിച്ചൊരു നല്ല അധ്യാപകനാവുകയും എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവാൻ ഉള്ള കഴിവ് അവനുണ്ടായിരുന്നു, പഠിക്കുമായിരുന്നു. പിന്നെ ഈ കലാരംഗത്ത് വന്നപ്പോൾ പിന്നെ പഠിത്തം ശകലം ഉഴപ്പി. അതിലൊരു വിഷമമുണ്ട്. അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. അവൻ്റെ അവൻ തിരഞ്ഞെടുത്തതല്ലേ. ആരെയും ഇവൻ്റെ ഫിറോസിൻ്റെ അനുജനെന്നുള്ള ഒരു ഇതിലല്ല കൊണ്ടുപോയത്, സ്വയം അല്ല അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവനെ ഒഴിവാക്കാതെ ഈ FM മറ്റേവരുണ്ടല്ലോ ചാനലുകാർ, അവരിപ്പോഴും അവന് തന്നെ കൂടുതൽ ചാൻസ് കൊടുക്കുന്ന അവന് തന്നെ എപ്പോഴും. കുഴപ്പമില്ല, പേരായി പോയാലും സന്തോഷമാണ്, ഒരു അഭിമാനവും തോന്നും നമുക്ക്. മാതാപിതാക്കളെന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാമെന്നുള്ള വകയല്ലേ ഉള്ളൂ.